സൂര്യം സുന്ദരലോകനാഥമൃതം വേദാന്തസാരം ശിവം ജ്ഞാനം ബ്രഹ്മമയം സുരേശമമലം ലോകൈകചിത്തം ശിവം ഇന്ദ്രാദിത്യനരാധിപം സുരഗുരും ത്രൈലോക്യചൂടാമണിം ബ്രഹ്മ വിഷ്ണു ശിവസ്വരൂപഹൃദയം വന്ദേ സദാ ഭാസ്കരം വന്ദേ സദാ ഭാസ്കരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബീജാപൂരകദേശു കാർമുകരുച ചക്രാബ്ജപശ്യോത്പലം വ്രീഹഗ്രസ്തവിഷാണരത്നകലശപ്രോദ്യത്കരാംഭോരുഗം ധേയോ വല്ലഭയാച പത്മാകരയാ സൃഷ്ടോജ്വലഭൂഷയാ വിശ്വോൽപത്തിവിനാശ സംസ്ഥിതകരോ വിഘ്നോ വിശിഷ്ടാർദ്ധദാ. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപത്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതിഭിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി നിശേഷജാഢ്യാപഹ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണിം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം വിപ്രദോദ്ഭിക്കുഢാരം മൃഗമഭയവനോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജനിലയോ വ്യാക്രധർമാർത്ഥവാസ ധേയോ മുക്താപരാഗ മൃദരസകലിതാദ്രിപ്രഭാ പഞ്ചവക്ത്രാത്രേക്ഷകോടീരകോടി ഖടിതദുഹിനരോജിഷ്കലാതുംഗമൗലി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാധീതമസ്തു മാ വിദ്വിഷാവഹൈ മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാരാധ്യരായ ഭക്തജനങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ പ്രണാമം. തീക്ഷ്ണമായ അനുഭവ സത്യങ്ങളെ ആവാഹിച്ച് അവയെ വാക്കുകളാക്കി വാക്കുകളിൽ നിന്ന് വേദങ്ങളിലേക്കും വേദങ്ങളിൽ നിന്ന് സംഹിതകളിലേക്കും ആരണ്യകങ്ങളിലേക്കും ബ്രാഹ്മണങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും ഇതിഹാസ പുരാണാദികളിലേക്കും ഒക്കെ നമ്മെ നയിച്ച ഋഷി പരമ്പരകളുടെ പാതാരബിന്ദങ്ങളിലും മനസ്സിന്റെ അജ്ഞതയിൽ അറിവിന്റെ ഹരിശ്രീ കുറിച്ച് എന്നെ ജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ എന്റെ മുത്തശ്ശന്റെ സ്മരണയ്ക്ക് മുൻപിലും ജന്മം തന്ന് ഇന്നേ വരെ എന്നെ വളർത്തി വലുതാക്കി ജീവിതത്തിന്റെ പടവുകളിൽ വീഴാതെ കാത്തു സൂക്ഷിച്ച എന്റെ മാതാപിതാക്കളുടെ പാതാരബിന്ദങ്ങളിലും സർവോപരി ഈ നാടിനും നാട്ടുകാർക്കും ഐശ്വര്യവും അഭയവും യോഗക്ഷേമവും ഒക്കെ അരളിക്കൊണ്ട് ഈ നാടിന്റെ ചൈതന്യമായി വർദ്ധിക്കുന്ന സാക്ഷാൽ ഭഗവാൻ പരമേശ്വരന്റെ പാതാരബിന്ദങ്ങളിലും. നമുക്കറിയാം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ? ഭഗവാന് വേണ്ടിയിട്ടാണോ ക്ഷേത്രങ്ങൾ? ആർക്ക് വേണ്ടിയാണ് ക്ഷേത്രം? ഈ നാട്ടിലെ ഈ മഹാദേവ ക്ഷേത്രം ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. ക്ഷേത്രം എപ്പോഴും ഭക്തന് വേണ്ടിയിട്ടാണ്. ഭക്തന് വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം നമുക്കറിയാം. ഈശാവാസി വിധം സർവം, ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന് നമുക്കറിയാം. ആ സർവവ്യാപിയായ ഈശ്വരനെ നമുക്കറിയാൻ പാകത്തിന്, സർവവ്യാപിയായ ഈശ്വരനെ സങ്കല്പിക്കാൻ നമുക്ക് നിർവാഹമില്ല. ഉണ്ടോ? നമ്മുടെ മനസ്സിന് അത് സാധ്യമല്ല. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഒരു വിഗ്രഹമില്ലാതെ ഈശ്വരനെ മനസ്സിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാധ്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് സാധ്യമല്ല, അല്ലേ? കാരണം അരൂപിയാണ് ഈശ്വരൻ, നിരാകാരനാണ് ഈശ്വരൻ, അല്ലേ? അങ്ങനെ അരൂപിയായ രൂപമില്ലാത്ത ഈശ്വരനെ നമുക്ക് എങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കും? സങ്കല്പിക്കാൻ പറ്റുമോ? വീട്ടിലെ പൂജാമുറിയിൽ നിങ്ങൾ പടങ്ങൾ വെച്ചിട്ടുണ്ടാവും, അല്ലെ? ദേവീദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പ്രതിമ വെച്ചിട്ടുണ്ടാവും, അല്ലെ? പ്രതിമ വെക്കുന്നതൊന്നും തെറ്റല്ല കേട്ടോ. പലപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വീട്ടിലൊരു പ്രതിമ വെക്കാൻ പാടില്ല എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്.
അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്റെ ഒരു പ്രതിമ പൂജാമുറിയിൽ കൊണ്ട് വെക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ അതിൽ നിത്യവും മാല ചാർത്തല് പൂജാതി കർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, വീട്ടിലെ പ്രതിമ വെക്കാൻ പാടില്ല അല്ലെ. വിഷുവിന് കണി കാണാൻ വേണ്ടി നമ്മളൊരു കൃഷ്ണന്റെ വിഗ്രഹം വാങ്ങും. ഇത് പിന്നെ എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനായി. പൂജാമുറിയിൽ വെക്കാമോ പലരും വിളിച്ചു പോയി. ഇത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് പൂജാമുറിക്കുള്ളിൽ കയറുമ്പോൾ നമ്മുടെ ഈശ്വര സങ്കല്പത്തെ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ, മനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു രൂപസങ്കല്പമാണത്. അത് അവിടെ വെച്ചുകൊണ്ട് വിരോധമൊന്നുമില്ല അല്ലേ. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഈ കൃഷ്ണന്റെയൊക്കെ പ്രതിമ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, പ്രതിമ വെക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഓടക്കുഴൽ വെക്കാൻ പാടില്ല, അങ്ങനെ ആളുകൾ ധരിച്ചിട്ടുണ്ട് അല്ലേ. മുരളീധരനായിട്ടുള്ള കൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്നറിയാമോ? വീട്ടിൽ ഐശ്വര്യം മുഴുവൻ ഭഗവാൻ കൃഷ്ണൻ ഊതി അങ്ങ് കളയും. അതുകൊണ്ട് അത് വെക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും തെറ്റാണ്. ഒരു വിഷമമില്ല, ഇങ്ങനെ വെറുതെ കൈ പിടിച്ച് നിർത്താതിരുന്നാൽ മതി. എന്തെങ്കിലും ഒരു കമ്പിന്റെ കഷ്ണമെങ്കിലും എടുത്ത് അവിടെ വെക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി തെറ്റിദ്ധാരണകൾ നമ്മുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതായാലും ക്ഷേത്രം എന്ന് പറയുന്നത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഭഗവാന് വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും നമ്മുടെ ഈശ്വരന്മാര് പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ പ്രതിഷ്ഠിക്കണം എന്നിട്ട് എന്നെ ആരാധിക്കണമെന്ന് അല്ലെ? മറ്റു മതങ്ങളിൽ അങ്ങനെ കേൾക്കാറുണ്ട് അല്ലെ. നീ രക്ഷപ്പെടണമെങ്കിൽ എന്നെ ആരാധിച്ചെങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടൂ എന്നുള്ള മറ്റു മതത്തില് പ്രത്യേകമായിട്ട് അവരുടെ ഈശ്വര സങ്കല്പത്തിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പുരാണങ്ങളിൽ ഒന്നും തന്നെ അങ്ങനെ നിർബന്ധമായി നിങ്ങൾ ആരാധിക്കണം, പ്രതിഷ്ഠിക്കണം എങ്കിലേ പറ്റൂ എന്നുള്ളതല്ല. കാരണം വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഈശ്വരനെ അറിയാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് സനാതന ധർമ്മം കാണുന്നത്. പ്രഥമ പ്രതിമാ പൂജ ജപസ്തോത്രാദി മധ്യമം ഉത്തമോ ധ്യാനഭാവം സോ അഹം പൂജോത്തമോത്തമം. ആദ്യ സ്റ്റെപ്പാണ്, ഭഗവാനെ അറിയാനുള്ള ആദ്യ സ്റ്റെപ്പാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. രണ്ടാമത്തെ കുറച്ചുകൂടി ഉയർന്ന സ്റ്റെപ്പ് ഏതാണ്? ജപസ്തോത്രാദികൾ അല്ലെ. ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുക, സ്തോത്രങ്ങൾ ജപിക്കുക, കുറച്ചുകൂടി ഗ്രേഡ് കൂടിയതാ. ഉത്തമോ ധ്യാനഭാവം, ഉത്തമം എന്ന് പറയുന്നത് ഭഗവാനെ ഉള്ളിൽ കണ്ട് ധ്യാനിക്കലാണ് ഉത്തമമായ ഭാവം. സോ അഹം പൂജ സ അഹം, അതായത് തന്നെ തന്നെ പൂജിക്കല്, അവനവനെ അറിയലാണ്. ഈ ഈശ്വരനൊക്കെ എവിടെ ഇരിക്കുന്നത്? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളിലുമുണ്ട്. ഇവിടെ തന്ത്രിവര്യൻ പ്രതിഷ്ഠിക്കുന്നു. തന്ത്രിവര്യൻ ധ്വജത്തിന്റെ തൈലാധിവാസത്തിനുള്ള ആ തൈലത്തെ കലശത്തിലാക്കി പൂജിക്കാറുണ്ട്. ആ പൂജിക്കുന്ന സമയത്ത് തന്നിൽ നിന്നൊരു ചൈതന്യത്തെ എടുത്താണ് ആവാഹിക്കുന്നത്, അല്ലാതെ വേറെ എവിടെയെങ്കിലും നിന്നല്ല. അദ്ദേഹത്തിന്റെ മൂലാധാര സ്ഥിതമായിട്ടുള്ള കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിയുണ്ട്. അദ്ദേഹത്തിലല്ല, എല്ലാവർക്കും ഉള്ളതാണിത് അല്ലെ. എല്ലാവരുടെയും നട്ടലിന്റെ ഏറ്റവും ചുവട്ടിലായിട്ട് കുണ്ടലിനി എന്ന് പറയുന്ന ശക്തി 3.5 ചുറ്റായിട്ട് ഒരു സർപ്പാകൃതിയില് അധോമുഖിയായിട്ട് കിടക്കുന്ന, അതായത് താഴേക്ക് മുഖമായി കിടക്കുന്ന ഒരു ചൈതന്യവത്തായിട്ട് കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിയുണ്ട്. ആ ശക്തിയിൽ സർവ്വ ദേവതാ ചൈതന്യങ്ങളും കുടികൊള്ളുന്നുണ്ട്. ആ ശക്തിയെ തൊട്ടുണർത്തും പ്രണവം കൊണ്ട്, എല്ലാ മന്ത്രങ്ങളുടെ രാജാവായിട്ടുള്ള പ്രണവ മന്ത്രം കൊണ്ട് അതിനെ തൊട്ടുണർത്തി അതിനൊരു പ്രത്യേക രൂപം, ഏത് ദേവനെയാണോ പൂജിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു രൂപഭാവങ്ങള് മന്ത്രം കൊണ്ട്, ഉപചാരം കൊണ്ട് കൊടുത്ത് അതിനെ വീണ്ടും ഉയർത്തി ശിരോഭാഗത്തേക്ക് സഹസ്രാരപത്മത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ വീണ്ടും താഴേക്ക് കൊണ്ടുവന്ന് പിംഗളാനാടി എന്ന് പറയുന്ന അതിന്റെ ഓപ്പണിംഗ് ഭാഗമായിട്ടുള്ള വലത്തെ മൂക്കിന്റെ വലത്തെ ആ ദ്വാരത്തിലൂടെ ചൈതന്യത്തെ കൈകളിലേക്കാക്കി ജലഗന്ധ പുഷ്പാക്ഷതങ്ങളിലേക്കാക്കി അതിനെ സമർപ്പിച്ചുകൊണ്ട് അതിന് വേണ്ട ബാക്കി ക്രിയകളൊക്കെ ചെയ്തിട്ടാണ് പൂജ കഴിക്കുന്നത്. അപ്പൊ തന്ത്രിവര്യന്റെ ഉള്ളിലെ ചൈതന്യത്തെയാണ് മേശാന്തി പൂജിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്, പൂജയുടെ ഘടനയിൽ വ്യത്യാസം. ഒരു തന്ത്രി പൂജ കഴിക്കുന്നതും ശാന്തിക്കാരൻ പൂജ കഴിക്കുന്നതും താഴ്ന്ന നിലയിലുള്ള പൂജയാണെങ്കിൽ, താഴ്ന്ന കുറഞ്ഞതെന്നുള്ള അർത്ഥത്തില്ല, പൂജയ്ക്ക് പല കാറ്റഗറി ഉണ്ട്. ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് താഴെ വരെയും താഴെ ഉയരെ വരെയുമുള്ള പൂജാരി നിലയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തന്ത്രി പൂജ കഴിക്കുമ്പോൾ കുറച്ചുകൂടി അതിന്റെ വ്യാപ്തി കൂടുതലായിരിക്കും എന്നുള്ളതാണ് അതിന്റെ മർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം പൂജ കഴിക്കുന്നതും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഈശ്വരൻ. അതുതന്നെ ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല. സ്പേസ് ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ സ്പേസുകൾ ധാരാളമുണ്ട്. ശരീരത്തിന്റെ നമ്മൾ ഈ ത്വക്ക് കൊണ്ടുള്ള കവറിംഗ് ആണ്, ഇതിന് ഇടയ്ക്കൊക്കെ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് വിയർക്കുമ്പോൾ അത് വിയർപ്പുകൾ പുറത്തേക്ക് വരുന്നത് ഈ സ്പേസ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്പേസും നമുക്ക് ആവശ്യമാണ്, ഏത് കാര്യത്തിനും സ്പേസ് ആവശ്യമാണ്. അപ്പൊ ഏതായാലും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് പ്രപഞ്ചമെന്ന ഋഷിപ്രോക്തത്തെ ഇന്നും എതിർക്കാൻ നമുക്ക് സാധ്യമല്ല അല്ലെ. വയനാട്ടിൽ ഉരുൾപൊട്ടി, ആ പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തിന്റെ തീക്ഷ്ണമായ അവസ്ഥയാണ് കാണിക്കുന്നത്. സുനാമി അടിക്കുന്നു, പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ജലത്തിന്റെ തീക്ഷ്ണമായ അവസ്ഥയാണ് അല്ലെ. തീയിൽപ്പെട്ടു പോകുന്നു അല്ലെ. സിലിണ്ടർ പൊട്ടിത്തെറിച്ചാൽ നമ്മൾ കാണുന്ന എന്താ? അഗ്നിയുടെ തീക്ഷ്ണമായ അവസ്ഥയാണ്.
നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. ഈ വിളക്കിലെ തീയെ നമുക്ക് നിയന്ത്രിക്കാം. ഇവിടെ ഒരു ചെറിയ തീ കൂട്ടിയിട്ടാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇത് അമിതമായാലും നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ല. അപ്പൊ പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ നിയന്ത്രണ അതീതമായാൽ മനുഷ്യന് നോക്കി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റി വയനാട്ടിൽ? എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? നമുക്ക് നോക്കി നിൽക്കാനല്ലേ. കൂടെ പഠിച്ചവരും കൂടെ പ്രവർത്തിച്ചവരൊക്കെ ഒഴുകിപ്പോയി കൈ കാണിച്ച് വിളിക്കാണ്ട് രക്ഷിക്കുമെന്ന് അല്ലേ? ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആർക്കെങ്കിലും വല്ലതും ചെയ്യാൻ പറ്റി? നോക്കി നിൽക്കാനേ സാധിക്കുള്ളൂ പഞ്ചഭൂതങ്ങളിൽ അവയുടെ ഭാവം മാറിക്കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ആ പഞ്ചഭൂതങ്ങളെയാണ് ആദ്യകാലത്ത് ആരാധിച്ചിരുന്നത്, ഈശ്വരനായിട്ട് ആരാധിച്ചിരുന്നു അല്ലെ? ഒരു വ്യക്തിയോട് നമുക്ക് രണ്ട് രീതിയിൽ അയാളെ സമീപിക്കാം അല്ലെ? ശത്രുവാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി അല്ലെ? നമുക്ക് ഭയമുണ്ടാക്കുന്ന ആളെ എതിർത്ത് നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. എതിർത്ത് തോൽപ്പിക്കാൻ പറ്റത്തില്ലെങ്കിലോ നമുക്ക് വണങ്ങി അയാളെ എന്ത് ചെയ്യാം? വശപ്പെടുത്താൻ പറ്റും അല്ലെ? ഇതാണ് ഭക്തിയുടെ ഒരു തലം എന്ന് പറയുന്നത് അല്ലെ? പ്രപഞ്ചത്തിലെ ശക്തിയെ നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല ഇതൊന്നും. ആ ശക്തിയെ വണങ്ങിക്കൊണ്ട് നമ്മുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈശ്വര സങ്കല്പത്തെ പ്രതിഷ്ഠയാക്കി വെക്കുന്നതിന്റെ, വിഗ്രഹതലത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമുക്ക് അനുഭവവേദ്യമാക്കാൻ വേണ്ടി വിഗ്രഹം എന്ന് പറയുന്ന കേവലം കല്ലല്ലാതെ, ക്ഷേത്രത്തിലെ വിഗ്രഹം കേവലം കല്ലല്ല. കാരണം അതിന് കൃത്യമായ അളവുകളുണ്ട്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിന് കൃത്യമായ പാറ്റേണുകളുണ്ട്. വെറുതെ എവിടെയെങ്കിലും ക്ഷേത്രം നിർമ്മിക്കാൻ പറ്റില്ല. ക്ഷേത്രം നിർമ്മാണം ആരംഭിക്കുന്ന പ്രക്രിയ മുതൽ അതിന് സ്ഥലം, ഭൂപരിഗ്രഹം, ഭൂമി കണ്ടെത്തുന്നത് മുതൽ ഉള്ള ചടങ്ങുകളാണത്. അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി അതിനുവേണ്ട കണക്കുകൾ രൂപപ്പെടുത്തി ശ്രീകോവിലുണ്ടാക്കി, ചുറ്റമ്പലമുണ്ടാക്കി, അതുപോലെ അതുമായി ബന്ധപ്പെട്ട അളവിലാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിന് കൃത്യമായ അളവുകളുണ്ട്. ആ അളവിൽ ആണ് ചൈതന്യത്തെ സന്നിവേശിപ്പിക്കുമ്പോൾ തെറ്റായ അളവാണെങ്കിലോ ചൈതന്യത്തിന് അനുഗ്രഹത്തിന് പകരം അവിടുന്ന് നിഗ്രഹം ഉണ്ടാകും. പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന അളവുകളുമുണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന അളവുകളുമുണ്ട്. വീട് നിങ്ങൾ വാസ്തുശാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? അളവുകളുണ്ട്. കണക്കിന്റെ ശാസ്ത്രമാണ് വാസ്തു എന്ന് പറഞ്ഞാൽ, വസിക്കാൻ സുഖം നൽകുന്ന ശാസ്ത്രമാണ്. ആ വാസ്തുശാസ്ത്രത്തില് അളവിന് വലിയ പ്രാധാന്യമുണ്ട്. കേവലം സ്ഥാനങ്ങൾ മാത്രമല്ല. നമ്മൾ സ്ഥാനം മാത്രമാണ് വാസ്തു എന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അളവുകൾക്ക് പ്രാധാന്യമുണ്ട്. ചുറ്റളവിന് പ്രാധാന്യമുണ്ട്, ഉള്ളളവിന് പ്രാധാന്യമുണ്ട്. മരണച്ചുറ്റെന്ന് പറയുന്ന അളവൊക്കെ ഉണ്ട്. തെറ്റായ അളവുകളാണ്, മോശമായ അളവുകളാണ്. ആള് വടിയായി പോകുന്നല്ല അതിന്റെ അർത്ഥം. അത്തരം കണക്കുകൾക്കുള്ളിൽ താമസിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന എനർജി നമുക്ക് ദോഷകരമായി ഭവിക്കും. അതുകൊണ്ടാണ് അത്തരം അളവുകൾ സ്വീകരിക്കരുതെന്ന് പറയാറുണ്ട്. കൊടിമരത്തിന് അളവുണ്ട്. കൊടിമരത്തിന് വെറുതെ അല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല കൊടിമരം ഉണ്ടാക്കി വെക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ കൊടിമരം മുറിച്ചത് മുതൽ അല്ലെ അതിന്റെ ലക്ഷണമൊക്കെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച് 9 വൃക്ഷങ്ങൾ കണ്ടതിൽ ഒന്നാണ് തെരഞ്ഞെടുത്തത് അല്ലെ? 9 വൃക്ഷങ്ങൾ കണ്ടതിൽ ലക്ഷണമൊത്ത വൃക്ഷങ്ങൾ കണ്ടെത്താൻ ശില്പിക്ക് സാധിക്കും. മിനിമം 40 വാർഷിക വലയങ്ങളുള്ള തേക്കിൻതടിയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. 40 വാർഷിക വലയങ്ങൾ ആ വൃക്ഷത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ 40 കൊല്ലത്തെ പഴക്കം മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഗ്യാരണ്ടി. അതായിരിക്കണം അതിന്റെ. പിന്നെ അതിന്റെ നീളത്തിന് അളവുകളുണ്ട്. അതിന് നിരവധി അളവുകൾ സ്വീകരിച്ചാണ് കൊടിമരം തയ്യാറാക്കുന്നത്. അതിന്റെ വണ്ണത്തിന് അളവുകളുണ്ട്. ശ്രീകോവിലിന്റെ ഗർഭഗൃഹത്തിന്റെ വാതിലിന്റെ ഉയരത്തിന്റെ 4-1, 5-1, 6-1 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കൊടിമരത്തിന്റെ ചുവട്ടിലെ അളവ്. മുകളിലേക്ക് കയറും തോറും അല്പം അല്പം കുറഞ്ഞു വരും. ഇങ്ങനെ കൃത്യമായ അളവുകളുണ്ട്. അതിന് ഉയരം കണക്കാക്കുന്നതിൽ കൃത്യമായ രീതികളുണ്ട്. അത് അതിന്റെ ശ്രീകോവിലിന്റെ ഉത്തരദണ്ഡ് കൊണ്ടോ അതോ അല്ലെങ്കിൽ തന്നെ കട്ടളയുടെ അളവുമായി ബന്ധപ്പെടുത്തിയോ വെച്ചിട്ടാണ് അതിന്റെ ഉയരം നിശ്ചയിക്കുന്നത്. കൂടിയ അളവ്, താഴികക്കുടം വരെയുള്ള അളവ് സ്വീകരിക്കാൻ നിയമമുണ്ട്. നിരവധി മാർഗങ്ങൾ അതിനുണ്ട്. അത്തരത്തിൽ കണക്കുകളെ കൊണ്ടുള്ള കളിയാണ് അല്ലെ? യോനിപ്പെടുത്തുക എന്ന് പറയും. യോനിപ്പെടുത്തിയ അളവുകളായിരിക്കും ധ്വജത്തിനുണ്ടാവുക. വിഗ്രഹം ഏത് യോനിയിലാണോ, ഇവിടെ ഇപ്പോ കിഴക്കോട്ടാണ് വിഗ്രഹം, ആ ദിക്കിന്റെ എതിരായിട്ടുള്ള പ്രതിയോനി കണക്കിലായിരിക്കും കൊടിമരം സ്ഥാപിക്കുക. കാരണം ദേവൻ അഭിമുഖമായി വാഹനം ഇരിക്കുന്ന തലത്തിലാണ്, ഏറ്റവും മുകളിലാണ് വാഹനം വെക്കുക. ആ വാഹനത്തിന്റെ കണക്കുകൾ പ്രത്യേകമുണ്ട്. അപ്പൊ ഇതെല്ലാം കണക്കുകളുമായി ബന്ധപ്പെട്ട ഒരു കളി തന്നെയാണ്. അല്ലാതെ എവിടെന്നെങ്കിലും ഒരു തടി വെട്ടിയെടുത്തു അത് താഴെ വീഴാതെ എടുക്കണം എന്നുള്ളതാണ്. കാരണം ഈ വൃക്ഷം താഴെ വീഴുമ്പോഴേക്കും ആ താഴെ വീഴുന്നതിന്റെ ആഘാതം കൊണ്ട് ആ വൃക്ഷത്തിനുള്ളിലെ കോശങ്ങൾ നശിച്ചു പോകാനുള്ള അല്ലെങ്കിൽ ഡിസോർഡറായി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഡിസോർഡർ വന്നാൽ ആ മരത്തിന് ആയുസ് കുറയും. ആ മരത്തിന്
ആയുസ് കുറയും. അങ്ങനെ ആയുസ് കുറയാതിരിക്കാൻ വേണ്ടി, ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം, ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്, താഴെ വീഴാതെ എടുത്ത് വാഹനത്തിൽ കൊണ്ടുവച്ചിട്ടാണ് ചെയ്യുന്നത്. കൃത്യമായ രീതിയിലാണ്. നമ്മളൊക്കെ ആണെങ്കിൽ വീടിന് മരം മുറിക്കുമ്പോൾ അല്ലെ വിഷയം കൊണ്ടുവന്ന് കണ്ടിക്കാൻ ഇടുകയാണ് ചെയ്യുക. കാരണം ക്ഷേത്രം നിലനിൽക്കേണ്ടത് ആകല്പകാലത്തോളം, ഈ പ്രപഞ്ചമുള്ള കാലത്തോളം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഗൃഹത്തിന് അത്രയും ആയുസ് കൊടുക്കാറില്ല അല്ലെ. പ്രതിഷ്ഠിക്കുന്നത് അങ്ങനെയാണ്. ഈ പ്രളയകാലത്തോളം ഭക്തജനങ്ങൾ, വരുന്ന ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് സ്ഥിരീഭവ എന്ന് പറഞ്ഞിട്ടാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അതിന്റെ തത്വത്തിനനുസരിച്ചുള്ള നിർമ്മാണ രീതിയാണ് അവിടെ കൊടുക്കുന്നത്. ഇന്നിപ്പോ പലയിടത്തും കോൺക്രീറ്റ് രീതികൾ കാണാറുണ്ട് അല്ലേ. ഈ തേക്കിന്റെ തടിക്ക് പകരം നേരത്തെ വളരെ എളുപ്പമാണ് കോൺക്രീറ്റ് കൊണ്ട് ഒരു നിർമ്മാണം നടത്തുക, വളരെ എളുപ്പമാണ്. പക്ഷെ നിയമമാണോ ശാസ്ത്രമാണോ? അല്ല, ശാസ്ത്രമല്ല, നിയമവുമല്ല. ചുരുക്കം പറഞ്ഞാൽ അതിലേക്ക് ആദ്യത്തെ ഒരു, അവിടെയും വൃക്ഷം മുറിക്കുമ്പോഴും പൂജകളുണ്ട്. നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം അല്ലേ. വൃക്ഷപൂജ നടത്തി വൃക്ഷത്തോട് അനുവാദം വാങ്ങിക്കും അല്ലേ. ഭാരതീയരെ പ്രകൃതി എത്രമാത്രം സ്നേഹിച്ചിരുന്നു നമുക്ക് മനസ്സിലാവും അല്ലെ. ഒരു വൃക്ഷം മുറിക്കുന്നതിന് മുൻപ് 9 എണ്ണം നട്ടുപിടിപ്പിക്കണം എന്നുള്ള നിയമമുണ്ട്. ആവാസ വ്യവസ്ഥ കൃത്യമായി നിലനിൽക്കാൻ വേണ്ടി അത്തരം ചിന്തകൾ നമ്മുടെ പൂർവികർ നടത്തിയിരുന്നു. വൃക്ഷത്തോട് അനുവാദം വാങ്ങിക്കാൻ, ഞങ്ങൾ ഇന്നതിന് വേണ്ടി ഇത് മുറിക്കുകയാണ്, അനുവാദം തരണം. കാരണം വൃക്ഷത്തിന് ജീവനുണ്ട് അല്ലേ, വൃക്ഷത്തിന് ജീവനുണ്ട്. അതുകൊണ്ട് ആ വൃക്ഷത്തോട് അനുമതി വാങ്ങിക്കുന്ന, എത്രയോ പവിത്രമാണ്. അനുമതി വാങ്ങിച്ചില്ലെന്ന് വൃക്ഷം ചോദിക്കുമോ, എന്താണ് നീ എന്നെ മുറിച്ചെന്ന് ചോദിക്കുമോ? ഒന്നും ചോദിക്കില്ല. പക്ഷെ അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആ വൃക്ഷം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവണം. ആ വൃക്ഷ ജീവികളുടെ സഹജീവികളിൽപ്പെട്ടതാണ് വൃക്ഷങ്ങളും. അതിന്റെ ശാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അനുവാദം തരിക. കാരണം അനുവാദം തരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മുടെ കൂട്ടല്ല, പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള ചിന്ത വൃക്ഷങ്ങൾക്കും മറ്റു ജീവികൾക്കും ഉണ്ട്. നമുക്കേ ഉള്ളത് കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്ര സംവിധാനത്തിന് വേണ്ടി ആ വൃക്ഷം സ്വയം ബലി നടത്തുകയാണ് ചെയ്തത്, സ്വയം ദാനം ചെയ്യുകയാണ് ചെയ്തത്. ആ വൃക്ഷത്തോട് അനുവാദം ചോദിക്കലാണ് അവിടെ അന്ന് നടന്ന വൃക്ഷപൂജ അല്ലേ. അപ്പൊ അത്തരം അനുവാദങ്ങൾ നമുക്ക് ഏതിനും ആവശ്യമാണ്. ഇപ്പൊ കൊടിമരം നാട്ടുന്നതിന് ദേവന്റെ അനുവാദം വേണം. ഇനി കൊടിമരം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ അതിന്റെ ഒരു ബാഹ്യമായ ചടങ്ങാണ് പറഞ്ഞത്. ഇനി കൊടിമരം എന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം പതാക അല്ലെങ്കിൽ കൊടി ഉയർത്താനുള്ള ഒരു ദണ്ഡായിട്ടാണോ കൊടിമരത്തെ കാണേണ്ടത്? അങ്ങനെയാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? രാഷ്ട്രീയക്കാർ കൊടി ഉയർത്തുന്നത് പോലെ അല്ലെ, അവരുടെ പാർട്ടി സമ്മേളനത്തിന് കൊടി ഉയർത്തുന്നത് പോലെയുള്ള ഒരു ചടങ്ങാണോ ക്ഷേത്രത്തിലെ ധ്വജം എന്ന് പറയുന്നത്? അല്ല. പിന്നെ എന്താണ് കൊടിമരം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ ഭഗവാന്റെ നട്ടെല്ലാണ് കൊടിമരം. സുഷുമ്നാ ധ്വജരൂപേണ എന്ന് തന്ത്രസമുച്ചയം പറയുന്നുണ്ട്. സുഷുമ്നാ നാഡിയായിട്ടാണ്, നട്ടെല്ലായിട്ടാണ് പറയുന്നത്. ക്ഷേത്രത്തില് ബിംബം പ്രതിഷ്ഠിക്കുന്നത് പണ്ട് കാലത്തേക്ക് ഇത്രത്തോളം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഒരു നാട്ടില് പണ്ട് പറഞ്ഞ മുക്കിന് ക്ഷേത്രങ്ങളാണ്. പണ്ട് കാലത്ത് STD ബൂത്തുകൾ ഉണ്ടായതുപോലെ ഇന്ന് ഓരോ ജംഗ്ഷനുകൾ തോറും ക്ഷേത്രങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഒരു ദേശത്ത് ഒരു ക്ഷേത്രമേ അല്ലെങ്കിൽ 2 ക്ഷേത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നിലധികം ക്ഷേത്രങ്ങൾ ഒരു ദേശത്തുണ്ട്. ഇന്ന് ഓരോ വീട്ടുകാർക്കും ക്ഷേത്രങ്ങളാണ്, ഓരോ ഗ്രാമം തോറും ക്ഷേത്രങ്ങളാണ്, ഓരോ ജംഗ്ഷനുകൾ തോറും ക്ഷേത്രങ്ങളാണ്. പണ്ട് കാലത്ത് അങ്ങനെയാണ്. ഒരു ദേശദേവനെ ഉണ്ടാവുമായിരുന്നു. ആ ദേശദേവനെ പ്രതിഷ്ഠിക്കുന്നത് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറയും. ഷഡാധാര പ്രതിഷ്ഠ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഷഡാധാരം, 6 ആധാരങ്ങളോട് കൂടി ഉള്ള പ്രതിഷ്ഠയാണ്. നമുക്കുണ്ട് ഷഡാധാരം, നമ്മുടെ ഉള്ളിലുണ്ട് ഷഡാധാരം. നമ്മളിലെ നേരത്തെ പറഞ്ഞ നട്ടെല്ലിന്റെ ഏറ്റവും ചുവട്ടിലായിട്ട് തുടങ്ങുന്ന, അവിടുന്ന് മുകളിലോട്ട് 6 ആധാരങ്ങളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ 6 ആധാരങ്ങൾ നമ്മുടെ നട്ടെല്ലിന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് പോകും. ഈ മുകളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ആ നട്ടെല്ലിന്റെ ഇരുഭാഗത്തുമായിട്ട് സെൻട്രൽ ഉൾപ്പെടെ 3 നാഡികൾ, സുഷുമ്നാ നാഡി, വലത് പിംഗള നാഡി, ഇടത്ത് ഭാഗത്ത് ഇടാനാഡി, ഇങ്ങനെ 3 മെയിൻ നാഡികളാണ് നമ്മുടെ ശരീരത്തിനുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടോ? ഇല്ല. 3 നാഡികൾ നമ്മുടെ നട്ടലിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള. ഈ സുഷുമ്നയിലൊക്കെ അടികൊണ്ട് അത് പോകുമ്പോഴാണ് പരാലിസിസ് വരുന്നത്. ആള് കിടന്നു മുമ്പിന് എണീക്കില്ല. ജീവനുണ്ടോന്ന് വെച്ചാൽ ജീവനുണ്ട്, അനങ്ങാൻ പറ്റില്ല. ഈ നട്ടലിനൊക്കെ അടി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇല്ലേ. അപ്പോൾ നട്ടലിലാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ നിർത്തുന്നത്. മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യനുള്ള പ്രത്യേകത നിവർന്നു നിൽക്കാനുള്ള കഴിവാണ്. പട്ടിയെ പോലെയാണോ മനുഷ്യന്? കാളയെ പോലെയാണോ? അല്ല. നിവർന്നു നിൽക്കാൻ കഴിവുള്ള ഒരേ ഒരു ജീവി എന്ന് പറയുന്നത് അല്ലെ മനുഷ്യനാണ്. അങ്ങനെ നമ്മളെ നിവർത്തി നിർത്തുന്നത് എന്താണ്? നമ്മുടെ നട്ടെല്ലിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. അപ്പൊ ആ നട്ടെല്ലില്
ഈ 3 നാഡികളും 6 ഭാഗത്ത് ജോയിന്റ് ചെയ്യുന്നുണ്ട്, 6 ഭാഗത്തായിട്ട്. ഇതിന് ഇംഗ്ലീഷിൽ പറയും, ഡോക്ടർമാർ പറയും ഗാംഗ്ലിയ. എന്താ പറയുന്നത്? ഗാംഗ്ലിയ എന്ന് പറയും. അങ്ങനെ ഈ 6 ഈ 3 നാഡികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിനെ ഗാംഗ്ലിയ എന്ന് പറയും. ഈ ആധുനിക അലോപ്പതി ഡോക്ടർമാർ പറയുന്ന ഗാംഗ്ലിയാണ് പൗരാണിക ഋഷിവര്യന്മാർ പറയുന്ന ഷഡ്ചക്രം അല്ലെങ്കിൽ 6 ആധാരം. ഈ 6 ആധാരത്തിൽ ഏറ്റവും ചോട്ടിലായിട്ട് നേരത്തെ പറഞ്ഞ കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവൻ പാടിയിട്ടുണ്ട്. ആടുപാമ്പേ പുനം തേടുപാമ്പേ ആനന്ദ കുത്തു കണ്ട ആടുപാമ്പേ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇനി നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മൂമ്മമാർക്കെങ്കിലും അറിയാം, ഒരു പ്രാർത്ഥന പണ്ട് കാലത്ത് ചൊല്ലിയിരുന്നു. എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടി 6ഉം കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് പാഠഭേദമുണ്ട്. ഏതായാലും ഈ 6 സ്റ്റെപ്പുകൾ എന്താണെന്ന് അറിയാമോ? ഈ 6 ആധാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഭഗവാനെ കാണാനുള്ള 6 സ്റ്റെപ്പുകൾ എന്ന് പറയുമ്പോൾ അവിടെ ചവിട്ടുപടിയല്ല, നമ്മുടെ ഉള്ളിലുള്ള ഈ 6 ആധാരങ്ങളിലൂടെ നേരത്തെ പറഞ്ഞ കുണ്ടലിനി, അധോമുഖിയായി കിടക്കുന്ന കുണ്ടലിനി എന്ന് പറയുന്ന ശക്തിയെ യോഗാദി സാധനങ്ങളിലൂടെ ഉണർത്തിയെടുക്കുമ്പോൾ ഇത് ഊർധ്വമുഖിയായിട്ട് വരും, മുകളിലേക്ക് മുഖമായിട്ട് വന്ന് ഓരോ ആധാര ചക്ര, ഇതിനൊക്കെ ചക്രത്തിന് ഘടനകളുണ്ട്. 2 ഇതള്, 4 ഇതള്, 10 ഇതള്, 16 ഇതള് എന്ന് പറഞ്ഞിട്ടുള്ള ഘടനകളും അതിലൊക്കെ മുഴുവൻ അക്ഷരങ്ങളെ വ്യാപിപ്പിച്ച് വെക്കുന്ന ചില ക്രിയകൾ താന്ത്രികമായിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഏതായാലും ഈ 6 ആധാരങ്ങളിൽ കൂടി ഈ കുണ്ടലിനി ശക്തിയെ കടത്തിവിട്ട് ഓരോ ആധാര ചക്രത്തിലേക്കും ഈ ശക്തി പ്രവേശിക്കുമ്പോൾ മനുഷ്യന് ഓരോ സിദ്ധികൾ ലഭിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ പുരാണ മുനിമാർക്കൊക്കെ ലഭിച്ചിട്ടുള്ള അഷ്ടൈശ്വര്യങ്ങൾ, അണിമ, ഗരിമ, മഹിമ, ഈശത്വം, വശിത്വം തുടങ്ങിയ സിദ്ധികളുണ്ട്. ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് അന്തരീക്ഷത്തിലൂടെ നടക്കാനുള്ള കഴിവ്, അതുപോലെ ഭാവി കണ്ടറിയാനുള്ള കഴിവ്, ഇങ്ങനെ നിരവധി സിദ്ധികൾ കിട്ടുന്നത് ഈ ശക്തി ഓരോ 6 ചക്രങ്ങളിലും കടന്നു വരുമ്പോൾ നമുക്ക് അനുഭവവേദ്യമായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ കടത്തി വെച്ച് കഴിഞ്ഞാൽ ഈ 6 ആധാരങ്ങളും കഴിഞ്ഞ് സഹസ്രാര പത്മം എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. തലയുടെ ഏറ്റവും തലയോട്ടിക്ക് തൊട്ട് താഴെയായിട്ട് 1000 ഇതളുള്ള താമര, അവിടെയാണ് ശിവതത്വം ഇരിക്കുന്നത്. അങ്ങനെയല്ല, അത് പവർഫുള്ളുമാണ്. ഇത് ഓരോ ശില വെക്കുമ്പോഴും ഓരോ ആധാരങ്ങൾ വെക്കുമ്പോഴും കൃത്യമായ ക്രിയകളുണ്ട്. ആ ക്രിയാഭാഗത്തോടു കൂടിയാണ് വെക്കുന്നത്. ഗർഭപാത്ര സ്ഥാപനമുണ്ട്. കട്ടളയുടെ അടിയിലായിട്ട് വലത്തെ കട്ടളയുടെ, ദേവന്റെ വലത്തെ കട്ടളയുടെ ആ വലത്തെ കാലിന് അടിയിലായിട്ട് ചെമ്പ് കൊണ്ടുള്ള ഒരു പാത്രം ഉണ്ടാക്കി അതിൽ ക്രിയാദികൾ ചെയ്ത് ഗർഭപാത്ര സ്ഥാപനമുണ്ട്. ഒരു ദേവനെ ഒരു ഭ്രൂണത്തിലാക്കി അവിടുന്ന് വളർത്തിക്കൊണ്ടുവരിക, ഗർഭത്തിലാക്കി അവിടുന്ന് വളർത്തിക്കൊണ്ടുവരിക, ഇങ്ങനെയുള്ള മഹാക്രിയകളുണ്ട് മഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ. ഇത് കണ്ടിട്ടാണ് വീട്ടിൽ പഞ്ചശിരസ് അല്ലെ, വാസ്തുദോഷ പരിഹാരാർത്ഥം പഞ്ചശിരസ് ആളുകൾ കട്ടളയുടെ കീഴിൽ കൊണ്ടുവയ്ക്കുന്നത്. ഏറ്റവും വലിയ അബദ്ധമാണത്. പഞ്ചശിരസ് വെക്കേണ്ടത് ഗൃഹമധ്യത്തിലാണ്. ഗൃഹമധ്യത്തിൽ സ്ഥാപ്യതാം എന്ന് പ്രമാണ ശ്ലോകം പോലും ഉണ്ട്. ശ്ലോകം അവസാനിക്കുന്ന ഗൃഹമധ്യത്തിലാണ് പഞ്ചശിരസ് സ്ഥാപിക്കേണ്ടത്, കട്ടളയുടെ കീഴിലല്ല വെക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുള്ള ഒരു സാധനം അവിടെ ഇരിക്കുന്നു. ഇന്നിപ്പോ കട്ടള തട്ടിക്കൂട്ടുമ്പോഴേ അടിക്ക് തുറന്നിട്ട് ഇത് സാധനം അടിച്ച് കയറ്റി ഉറപ്പിച്ച് വെക്കും. അത് ക്രിയാഭാഗങ്ങളുണ്ട്. വാസ്തുവലിയാദി ക്രിയാഭാഗങ്ങൾ ചെയ്തിട്ടാണ് അത് സ്ഥാപിക്കേണ്ടത് ഗൃഹത്തിന്റെ മാസ്റ്റർ കണക്ക് കൊടുത്തിരിക്കുന്ന ആ ഉത്തര ചുറ്റിന്റെ മധ്യത്തിലാണ് അത് സ്ഥാപിക്കേണ്ടതും. നിയമം വ്യക്തമായിട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ഇതുകൊണ്ടാണ്. ഇത് കണ്ടിട്ടാണ് ഇപ്പുറത്തേക്ക് വന്നത്. കന്നിമൂല നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? വീട്ടില് പരവാസ്തുവലിയാണ്. ശരിക്കും പാലുകാച്ചെന്നല്ല പറയാം, പരവാസ്തുവലി അല്ലെങ്കിൽ ഗൃഹപ്രവേശം. ആ ഗൃഹപ്രവേശത്തിനൊരു ഗണപതി ഹോമം കഴിക്കേണ്ടത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കന്നിമൂലയിലാണ് അല്ലേ? അങ്ങനെ വിഷയങ്ങൾ ചർച്ചയുണ്ടായിട്ടുണ്ട്. കന്നിമൂലയിൽ കഴിക്കാത്തത് ഇയാൾക്ക് അതുപോലെ അറിയത്തില്ല. കന്നിമൂലയിലാണല്ലോ ഗണപതി ഹോമം കഴിക്കുന്നത്. വീട്ടിലെ കന്നിമൂലയും ഗണപതിയായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. വീട്ടിലെ കന്നിമൂലയിൽ വേണം ഗണപതി ഹോമം കഴിക്കാൻ ഒരു നിർബന്ധമില്ല എന്ന് മാത്രമല്ല, പ്രാധാന്യം കൂടുതൽ വടക്ക് കിഴക്ക് മൂലയ്ക്കാം, ഇല്ലെങ്കിൽ തെക്ക് കിഴക്ക് മൂലയ്ക്കാം. അതും അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത് എവിടെയായാലും വീണ്ടും തരക്കേടില്ല. ഇവിടെ എവിടെയും സ്ഥലം കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഈ പറയുന്ന കന്നിമൂലയിൽ വെച്ച് അറിയാവുന്ന ഒരാൾ ഒരു ഗണപതി ഹോമം കഴിക്കുകയുള്ളൂ. എന്തുകൊണ്ടാ? കന്നിമൂലയും ഗണപതിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ വീടുമായിട്ട് അതിനൊരു ബന്ധമില്ല. ക്ഷേത്ര വാസ്തുവിദ്യയുമായിട്ടാണ് ബന്ധം. പ്രധാന ദേവന്റെ കന്നി രാശിയില്, അവിടെ മൂല എന്ന് പറയുമ്പോൾ അവിടെ രാശി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏത് ദേവനെയും പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ദേവന്റെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ഗണപതിക്ക് സ്ഥാനമുണ്ട്, അതുപോലെ ശാസ്താവിനും സ്ഥാനമുണ്ട്. ആ നിയമത്തെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ പറ്റിയൊരു അബദ്ധമാണ് കന്നിമൂല ഗണപതി. ഗണപതിയെ തെക്ക് കിഴക്ക് മൂലയ്ക്ക് പ്രതിഷ്ഠിക്കാൻ, ദേവന്റെ വലതു ഭാഗത്തായിട്ട് പ്രതിഷ്ഠിക്കാൻ നിയമമുണ്ട്. പക്ഷെ കൂടുതലും കണ്ടിട്ടുള്ളത് കാണുന്നത് മറ്റേതായതുകൊണ്ട് അതിൽ നിന്ന് തെറ്റിദ്ധരിച്ചു വന്നതാണ് ഈ കന്നിമൂലയിലെ ഗണപതി ഹോമം.
ശരിക്കും അതല്ല, കുറച്ചുകൂടി ഉത്തമ സ്ഥാനം ഇപ്പുറത്ത് കിടപ്പുണ്ട്, അതാണ് വേണ്ടത്. ഏതായാലും സാന്ദർഭികമായി ഞാനത് സൂചിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ ആരും ഏതെങ്കിലും അറിയാവുന്ന വ്യക്തിയായിരിക്കും ഇത് വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് അറിയാവുന്ന വ്യക്തി ആയിരിക്കുമെന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളുക. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് കരുതി ചിലർ അവിടെ വെച്ച് കഴിക്കും. പക്ഷെ അങ്ങനെയല്ല, കാരണം ആചാരങ്ങൾ വേണ്ടവണ്ണം പരിപാലിപ്പിക്കുകയാണല്ലോ നമ്മുടെ ഉദ്ദേശ്യം. അതുകൊണ്ട് തെറ്റിനെ തിരുത്താനുള്ള അവസരത്തെ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് 10 പേര് പറഞ്ഞു അതുകൊണ്ട് അത് ശരിയാണെന്ന് ധരിക്കരുത്, അല്ലെ? 10 പേര് പറയുന്നത് ശരിയാണെന്നുണ്ടോ? ഒരാള് പറയുന്നതായിരിക്കും ശരി, 10 പേര് പറയുന്നത് തെറ്റായിരിക്കും, അല്ലെ? നാളെ കാലത്ത് വന്ന് 10 പേര് വന്ന് കൂടിയിട്ട് പറയുന്നത് ഇതല്ല എന്റെ ഇയാളുടെ അച്ഛൻ മറ്റേതാന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കും? അത് നമ്മൾ അംഗീകരിക്കില്ല. അപ്പൊ സത്യത്തിന്റെ വഴി വേറെയാണ്, അല്ലെ? സത്യത്തിന്റെ കൂടെ എപ്പോഴും ആളുകൾ ധാരാളം ഉണ്ടാകണമെന്നില്ല, അല്ലെ? ധർമ്മവാദികളായ പാണ്ഡവർ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അധർമ്മികളായിട്ട് 100+1 ഉണ്ടായിരുന്നു, 101 പേരുണ്ടായിരുന്നു. പക്ഷെ ആത്യന്തികമായി വിജയം എവിടെ ഉണ്ടായത്? 5 പേർക്കാണ് വിജയം സംഭവിച്ചത്, അല്ലേ? പരാജയം സംഭവിച്ചത് ആർക്കാണ്? അവിടെ എണ്ണത്തിലല്ല, ധർമ്മത്തിന്റെ കാര്യത്തിൽ എണ്ണത്തിലല്ല കാര്യം, അവിടെ വ്യവസ്ഥയ്ക്കാണ് കാര്യമെന്ന് സൂചിപ്പിച്ചത്. അപ്പൊ ഏതായാലും ഭഗവാന്റെ 6 ആധാരങ്ങള് അടിയിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് കാണാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഷടാധാരം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ അത് പൊളിച്ചു നോക്കിയ നിർവാഹമുള്ളൂ, അല്ലാതെ ഒരു വഴിയുമില്ല പൊളിച്ചു നോക്കാതെ. ഇത് കാണാൻ പറ്റില്ല. അപ്പൊ എന്താ മാർഗം? പ്രത്യക്ഷമാക്കണം ഈ ഷടാധാരത്തെ. ആ ഷടാധാരത്തെ പ്രത്യക്ഷമാക്കി വെക്കലാണ് കൊടിമരത്തിലൂടെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഷടാധാരത്തെ ഭഗവാന് മുൻപ് സ്ഥാപിച്ചിട്ടുള്ള 6 ആധാരങ്ങളെയും അതിന്റെ പ്രകടീകൃത ഭാവമായിട്ടാണ് കൊടിമരം സ്ഥാപിക്കുന്നത്. അത് വർത്തിക്കില്ല. ഇടിമിന്നൽ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇന്ന് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ മിന്നൽ രക്ഷാജാലകം വയ്ക്കും. പണ്ട് കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഇടിമിന്നൽ ഏൽക്കും, കൊടിമരം അത് റിസീവ് ചെയ്യും. ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ അതിനെ റിസീവ് ചെയ്ത് എർത്തിങ് ആയിട്ട് എന്ത് ചെയ്യും? ഭൂമിയിലേക്ക് കളയും. അപ്പൊ അതിന്റെ മുകളിലേക്ക് ബിൽഡിങ്ങുകൾ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ ബിൽഡിങ്ങിന് നാശം സംഭവിക്കുക. അതിന് താഴെയാണെങ്കിലോ ഈ ഒരു വിഷയം അവിടെ വരില്ല. ഇങ്ങനെ ഒരു മറുവശം കൂടി കൊടിമരത്തിനുണ്ട്. ഇന്നിപ്പോ ഇതിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസക്തിയില്ല. കാരണം ഫ്ലാറ്റുകൾ പണിയുന്നതിന്റെ ഇടയ്ക്ക് അമ്പലങ്ങൾ വെക്കാറുണ്ട്. അവിടെ അതിന് മുകളിലേക്ക് പോകരുത് എന്ന് നിയമം വെച്ചു കഴിഞ്ഞാൽ പ്രായോഗികമായി അത് പ്രശ്നമാണ്. അതുകൊണ്ട് അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും പരിസര പ്രദേശത്ത് അത് ചിന്തിച്ചാൽ അത് നന്നായിരിക്കുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പറ്റാത്തടത്ത് നമ്മളത് പറഞ്ഞിട്ട് കാര്യവുമില്ല. അതിന്റെ കാരണം ഇതാണെന്നാണ് സൂചിപ്പിച്ചത്. ഇപ്പൊ ഏതായാലും ഈ കൊടിമരം ഇങ്ങനെയൊരു വിശേഷമായിട്ടുള്ള ഒന്നാണ്. ആ ഉത്സവത്തിന് കൊടിയേറ്റി കണ്ടാൽ കൊടിയിറക്ക് കാണണം എന്ന് വ്യവസ്ഥ ഉണ്ടാവും, നിയമം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? പലരും ഈ കൊടിയിറങ്ങാൻ നേരത്ത് ഞാനിവിടെ കാണത്തില്ല, അതുകൊണ്ട് കൊടിയേറ്റ സമയം മുഖം ഒന്ന് തിരിച്ചു വെക്കും, ഞാനിത് കാണുന്നില്ല. എന്താ കാര്യം? കൊടിയിറക്കുന്ന അന്ന് ഞാൻ ഇവിടെ കാണത്തില്ല, അതുകൊണ്ട് മുഖം ഒന്ന് തിരിച്ചു വെക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കൊടിയിറക്ക് കാണണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. കൊടിയേറ്റ് കണ്ടു അതുകൊണ്ട് കൊടിയിറക്ക് കണ്ടുകൂടാ, അല്ലെ? കാണണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ കൊടിയേറ്റ് കണ്ടില്ല അതുകൊണ്ട് കൊടിയിറക്കം കണ്ടുകൂടാ, അങ്ങനെയും നിർബന്ധമില്ല. എന്താണ് അതിന്റെ ആശയം? ഒരു ക്ഷേത്രത്തിൽ കൊടി ഉയർത്തി കഴിഞ്ഞാൽ, ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ ദേശം വിട്ടു പോകരുതെന്നൊരു നിയമമുണ്ട്. കാരണം ആ ഉത്സവത്തിൽ എല്ലാവരും പങ്കാളികളാകണം. ആ ദേവചൈതന്യം ഏറ്റവും ഉയർന്നു പ്രവഹിക്കുന്ന അവിടെയുള്ള താന്ത്രിക ക്രിയകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കലശാദി പൂജകള്, ശ്രീഭൂതബലി, ഉത്സവബലി, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഉത്സവം എന്ന് പറഞ്ഞാൽ പുറത്തെ പരിപാടികളല്ല, അല്ലെ? കെട്ടുകാഴ്ചയും കുതിരയെടുപ്പും ഗാനമേളയും തല്ലിപ്പൊളി പരിപാടികളുമല്ല ഉത്സവം എന്ന് പറയുന്നത്. ദേവന്റെ ഉത്സവം അവിടെ നടക്കുന്ന ധ്വജാരോഹണത്തിന് ശേഷം നടക്കുന്ന താന്ത്രിക ക്രിയകളാണ്. ആ താന്ത്രിക ക്രിയകൾ കൊണ്ട് ദേവ ചൈതന്യം ഉയർന്ന് പ്രവഹിക്കും. ആ ഉയർന്ന് പ്രവഹിക്കുന്നതിനെയാണ് ഉത്സവം. ഉദ്ഭൂതസ്തു സവോ യസ്മാൽ തസ്മാൽ ഉത്സവ ഉച്യതേ. ഉയർന്ന് പ്രവഹിക്കുന്നത് കൊണ്ട് ഉത്സവം. ദേവ ചൈതന്യം ഉയർന്ന് പ്രവഹിക്കുന്നതാണ് ഉത്സവം. ആ ചൈതന്യം ഏറ്റുവാങ്ങാൻ ആ നാട്ടിലെ എല്ലാവരും അവിടെ വരണം. അതുകൊണ്ട് പറയും ദേശം വിട്ടു പോകരുത്. ആ ചൈതന്യം എല്ലാവരിലും ഏറ്റുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നിത്യവും അവിടെ വരണം എന്ന് പറയുന്നത് അതാണ് അതിന്റെ ആശയം. പക്ഷെ നിവർത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ കൊടിയേറ്റ് കണ്ടാൽ ഞാൻ കൊടിയിറക്കിനെ കാണില്ല, അതുകൊണ്ട് കൊടിയേറ്റ് കാണാതിരിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആശയം. ആളുകള് അല്ലാതെ കൊടിയേറ്റിന്റെ അന്ന് അത് കണ്ടിട്ട് പോയി കൊടിയിറക്കി കാണാൻ വേണ്ടി അന്ന്, അല്ലെ, ദൂരെ ദോലിക്കുന്ന അവിടെ നിന്ന് ഇവിടെ വരണം, അങ്ങനെയല്ല അതിന്റെ ആശയം. ആ ദിവസങ്ങളിലെല്ലാം അവിടെ ഉണ്ടാകണം. ആ ദേവചൈതന്യം ഏറ്റുവാങ്ങാൻ ചൈതന്യം കൂടുതൽ പ്രവഹിക്കുന്ന സമയമാണ് ഉത്സവം എന്ന് പറയുന്നത്. റീചാർജിങ് സിസ്റ്റമാണ്. നേരത്തെ പറഞ്ഞു, പ്രപഞ്ച ചൈതന്യത്തെ മന്ത്രതന്ത്രാദികൾ കൊണ്ട് ആവാഹിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു ഉപാധിയിലാക്കി വെച്ചിരിക്കുകയാണ്. മൊബൈല് ചാർജ് ചെയ്താൽ ഉപയോഗിക്കും തോറും എന്താ സംഭവിക്കുക? ഉപയോഗിക്കും തോറും ആ ചാർജ് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. ചാർജ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ചാർജറിൽ എന്ത് ചെയ്യും? മൊബൈൽ കുത്തിവെക്കും, അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യും.
അല്ലേ? അപ്പോ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിലെ ചൈതന്യം വരുന്ന ഭക്തജനങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ ആ ചാർജ് കുറയും. ആ ചാർജ് കുറയുന്നതിനെ റീചാർജ് ചെയ്യലാണ് ഉത്സവം എന്ന് പറയുന്ന താന്ത്രിക ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഉത്സവം എന്ന് പറയുന്ന താന്ത്രിക ക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ചൈതന്യത്തിലെ ഒരു റീചാർജിങ് സിസ്റ്റമാണ്. പ്രപഞ്ച ചൈതന്യത്തിന് ഇത് ബാധകമാണോ? അല്ലേ അല്ല. ആവാഹിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് അത് ലോസ് ആവും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്, അല്ലേ? അത് നഷ്ടപ്പെട്ടു പോകാൻ നിരവധി സാധ്യത. ആചാരവിരുദ്ധമായ കാര്യങ്ങൾ നടന്നാൽ ചൈതന്യ ലോകം സംഭവിക്കും. ദേവനിൽ നിന്ന് അനുഗ്രഹകല വരേണ്ടതിന് പകരം നിഗ്രഹകല പുറത്തേക്ക് വരും. അവിടെയാണ് നാടിന് ശാപം, ദേവകോപം എന്നൊക്കെ പറയുന്നത്, അല്ലേ? പ്രപഞ്ച ചൈതന്യത്തിന് ഈ വിഷയം വല്ലതും ഉണ്ടോ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന് അവിടെ ഈ പ്രപഞ്ചം മുഴുവൻ അവിടെ നല്ലതിലും തീയതിലും എല്ലാം ഈശ്വര ചൈതന്യമുണ്ട്. പക്ഷേ ക്ഷേത്രത്തിലേക്ക് അതിനെ ബിംബത്തിലേക്ക് ആവാഹിച്ചു വെക്കുമ്പോൾ ആവാഹിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ ചൈതന്യം നിലനിൽക്കാൻ ചില വ്യവസ്ഥകൾ പാലിക്കണം. ആ വ്യവസ്ഥകളാണ് തന്ത്രശാസ്ത്രം അല്ലെങ്കിൽ ആചാരം എന്ന് പറയുന്നത്. ആചാരം, അല്ലേ? നമ്മളൊരു വാഹനം വാങ്ങുന്നു, ഒരു കാറ് വാങ്ങുന്നു, ബൈക്ക് വാങ്ങുന്നു, അല്ലേ? ഇത് വാങ്ങുമ്പോൾ നമ്മുടെ ആ കയ്യിലേക്ക് അത് വാങ്ങുന്നതിന് കൂടെ ഒരു മാനുവൽ തരും, അല്ലേ? മാനുവൽ എന്താണത്? അതെങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഉപയോഗിച്ചാലുള്ള അപകടം എന്താണ്, ഓരോ സിഗ്നലുകൾ അതിൽ കാണിക്കുമ്പോഴും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു മാനുവൽ നമുക്ക് തരും, അല്ലേ? ആ മാനുവൽ അനുസരിച്ച് പ്രവർത്തിപ്പിച്ചാൽ ആ വാഹനം എന്ത് ചെയ്യും? കുറേ നാൾ നിലനിൽക്കും, ഒരു പ്രശ്നം വരില്ല. മാനുവലിന് വിരുദ്ധമായി പ്രവർത്തിപ്പിച്ചാലോ വാഹനം വേഗം കേടായിപ്പോകും. ഇതുപോലെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന വ്യവസ്ഥയിലെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് ആചാരങ്ങൾ എന്ന് പറയും. ആ ആചാരങ്ങൾ അതിന് തന്ത്രിമുഖ്യൻ വന്നാണ് ക്രിയകൾ ചെയ്യുക. അവിടെയാണ് തന്ത്രിയുടെ പ്രാധാന്യം. ആ ഏതൊരു ചൈതന്യം ഏത് വ്യക്തിയിൽ നിന്നാണോ ഉണർന്നെഴുന്നേറ്റത് അതുമായി ബന്ധപ്പെട്ട് ഒരു പരമ്പരയാണെന്നൊക്കെ പറയാനുള്ള വിഷയങ്ങളതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഏതായാലും ശ്രേഷ്ഠമായ തരത്തിലുള്ള പൂജകൾ നടക്കുന്ന സമയമാണ്. അതാണ് ദേവന്റെ ഉത്സവം. അല്ലാതെ അവിടെ നടക്കുന്ന കെട്ടുകാഴ്ചയോ പരിപാടിയോ ഒന്നുമല്ല, അല്ലേ? ഗാനമേള നടത്താറുണ്ട്, അല്ലേ? അടിയുണ്ടാവാൻ, അല്ലേ? അമ്പലത്തില് ഉത്സവം വരുമ്പോൾ തന്ത്രി വിളിക്കുന്നതിന് മുമ്പേ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും, അല്ലെ? പരാതി അല്ല, എഴുതി കൊടുക്കും. ഇത്രാം തീയതി ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്, ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് ഇട്ടേക്കാം. എന്താ കാര്യം? ആളുകളൊക്കെ വൈരാഗ്യം തീർക്കുന്നത് അങ്ങനെയാണ്. നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നാ ഉത്സവത്തിന് ഇങ്ങനെയാ പറയുന്നത്, അല്ലേ? വൈരാഗ്യം ശരിക്കും ഉണ്ടാവേണ്ടതാണ്. വിരാഗ്യതയാണ് വൈരാഗ്യം. മനുഷ്യജന്മം കടന്നു പോകേണ്ടത് എങ്ങനെയാണ്? ഒരു വൈരാഗ്യ ഭാവത്തിലൂടെ മോക്ഷത്തിലെത്താൻ പറ്റുകയുള്ളൂ. ആ വൈരാഗ്യം ക്ഷേത്രത്തിൽ വരുമ്പോൾ വേണം താനും. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ഉള്ളിൽ എന്താണ്? ശത്രുത എന്ന് പറയുന്ന വൈരാഗ്യമാണ് നമ്മുടെ ഉള്ളിലുള്ളത്, അല്ലേ? ശത്രുത എന്ന് പറയുന്ന മനോഭാവമാണ് ഉള്ളത്. അപ്പൊ വൈരാഗ്യം വേണം. അത് ഏത് അർത്ഥത്തിലാണ്? ലൗകികതയോടുള്ള വിരസത, അല്ലേ? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലെ? ആ ആഗ്രഹങ്ങളിൽ നിന്ന് കുറെ എന്ത് ചെയ്യുക? അകന്നു പോകലാണ്, അല്ലേ? അതിനാണ് വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയ 4 ആശ്രമങ്ങളിലൂടെ നമ്മുടെ ജീവിതം കടത്തിക്കൊണ്ട് പോകണം എന്ന് പറയും. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിലെ ബ്രഹ്മചര്യം വിദ്യാഭ്യാസകാലം, ഗാർഹസ്ഥ്യം ലൗകികമായ ജീവിതം, ഭാര്യ മക്കളോട് കൂടി സന്തോഷമായിട്ട് ജീവിക്കുക, അല്ലേ? കുട്ടിക്കും കുട്ടി ഉണ്ടായാൽ, നമ്മുടെ മക്കൾക്ക് മക്കളുണ്ടായാൽ വാനപ്രസ്ഥം സ്വീകരിക്കണമെന്നാണ്. എന്ത് ചെയ്യുക? ഒരു പകുതി ആധ്യാത്മികത, പകുതി ലൗകികത. ലൗകികത എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾ ഒരു പരിധി വെച്ചുകൊണ്ടാവാം. അത് കഴിഞ്ഞാൽ പൂർണ്ണമായും സന്യാസത്തിലേക്ക് കിടക്കുക, ഒക്കെ ഉപേക്ഷിക്കുക. എങ്ങനെ വന്നു അങ്ങനെ പോകണം, അല്ലേ? ചത്തു പോകുന്നേരം വസ്ത്രം അതുപോലെ ഒത്തിടാ കൊണ്ട് പോകാൻ നിന്ന നിൽപ്പില് ഉടുവസ്ത്രം മാത്രമായിട്ടുള്ള അവസ്ഥയായി, അല്ലേ? സമ്പാദിച്ചു വെച്ചത് മുഴുവൻ പ്രകൃതിയുടെ താണ്ഡവത്തിൽ കൊണ്ടുപോയി, അല്ലേ? സ്വത്ത് എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയ ആളുകള്, സ്വർണം എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയ ആളുകള്, സമ്പത്ത് എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയ ആളുകള്, അല്ലേ? ആലോചിച്ച് നോക്കൂ. എല്ലാവരുടെയും സർവ്വ സമ്പാദ്യങ്ങളും പ്രകൃതി ഒന്ന് ചലിച്ചതേ ഉള്ളൂ. പ്രകൃതിയുടെ താണ്ഡവത്തിന്റെ 10,000-ൽ അംശം പോലും ശക്തിയെ പുറത്തേക്ക് എടുത്തില്ല. എടുത്തുവോ? ഒരു അംശം പോലും പുറത്തേക്ക് എടുക്കാതെ പ്രകൃതി ഒന്ന് ചലിച്ചപ്പോ, അല്ലേ? ആ ആളുകൾക്ക് മുഴുവൻ, അത് നമുക്ക് നാളെ സംഭവിക്കാം, അല്ലേ? മുഴുവൻ തകർത്തെറിഞ്ഞു കൊണ്ടുപോയി. എന്തൊരു ഫോഴ്സിലാണ് വന്നത്? എന്ത് ഫോഴ്സിലാണ്, അല്ലേ? ഉഴുതുണി മാത്രം, അല്ലെ? ഒരു മൊബൈൽ പോലും എടുക്കാൻ, ഇല്ലേ? ഇന്നിപ്പോ നമുക്ക് മൊബൈൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തില്ലെങ്കിലും മൊബൈൽ എടുത്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. മൊബൈൽ പോലും എടുക്കാനുള്ള സമയം കിട്ടിയില്ല, അല്ലെ? എടുത്തോണ്ട് ഓടുക ചെയ്ത്, എന്നിട്ടും പെട്ടുപോയില്ലേ? തിരിച്ചു വന്നപ്പോ കാണുന്നത് എന്താ? ഞങ്ങളുടെ വീട് നിന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയി, അല്ലെ? ഇത് കൂടെ ഒന്ന് ചിന്തിച്ചാൽ മതി. കൂടെ ഈ അവസ്ഥ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് കുറെയൊക്കെ അഹങ്കാരം ഒന്ന് അടങ്ങും, അല്ലെ? കുറെയൊക്കെ നമ്മുടെ ഉള്ളില് അടങ്ങല് ഉണ്ടാവും, അല്ലെ? പ്രകൃതിയോട് കാണിക്കുന്ന എന്തെല്ലാം ക്രൂരതകളാണ്, അല്ലെ? ആ ക്രൂരതയ്ക്ക് പ്രകൃതി ഒരു ചെറു വിരൽ അനക്കിയപ്പോ സംഭവിച്ചത് ഇത്രയാണ്.
ആലോചിച്ച് നോക്കുക അല്ലേ. നമ്മൾ ഈ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത് മുഴുവൻ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. എത്ര ബലമുണ്ട് എന്ന് പറഞ്ഞാൽ റിക്ടർ സ്കെയിലില് 6 കഴിഞ്ഞ് 7ാമത്തെ അളവിലേക്ക് വന്നാൽ എന്ത് ഉയർത്തി വെച്ചത് എന്ത് ചെയ്യും? തകിടം പറഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അതിന് താഴെ വരൊക്കെ കുറച്ച് നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. 7 എന്നുള്ള ലെവലിലേക്ക് ഭൂകമ്പം എത്തിക്കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ. പിന്നെന്താണ് ഉണ്ടാവുക അല്ലേ. പണ്ട് ഒരാളെ ചോദിച്ചു, ഈ 3ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. 3ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 3ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് എനിക്ക് അഭിപ്രായമൊന്നുമില്ല, പക്ഷേ 4ാമത് ഒരു യുദ്ധം ഉണ്ടായാൽ അന്ന് ഉപയോഗിക്കുക കല്ലും മരങ്ങളും ആയിരിക്കും എന്ന് പറഞ്ഞു. 4ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ ആ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തായിരിക്കും? കല്ലും മരങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ? 3ാം ലോക മഹായുദ്ധത്തില് സർവവും നശിപ്പിക്കപ്പെടും. പിന്നെ എന്ത് ചെയ്യണം? മനുഷ്യൻ താഴേനെ തുടങ്ങണം. ആദിമ യുഗത്തിലേക്ക് പോകും, അവിടുന്ന് തുടങ്ങി വരണം അല്ലേ. ഇപ്പൊ നമ്മൾ കാണുന്ന ഇസ്രായേൽ ഗാസ പ്രശ്നം കാണുന്നു, യുക്രൈൻ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു അല്ലേ. നമുക്ക് കാണുമ്പോൾ അത് രസകരമാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? സഹതപിച്ചുകൊണ്ട് അവസാനിക്കും. പക്ഷേ നമുക്കുള്ള പ്രശ്നം, നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല, ഒരു യുദ്ധം നമുക്ക് അനുഭവവേദ്യമായിട്ടില്ല അല്ലെ. ആധുനിക കാലത്തെ ഒരു യുദ്ധം നമുക്ക് അനുഭവവേദ്യമാകാത്തതിന്റെ പ്രശ്നമാണ്. കൊച്ചുകുട്ടികൾ ഇന്നലെയും കണ്ടു അല്ലേ, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മിസൈലിട്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്ക് പറ്റുന്നത് കാണുമ്പോൾ എന്തിനു വേണ്ടി അല്ലേ. ആ സമയത്താണ് ഋഷീശ്വരന്മാര് നമ്മുടെ നാട്ടിൽ പ്രാർത്ഥിച്ചിരുന്നു, ലോക സമസ്ത സുഖിനോ ഭവന്തു, സമസ്ത ലോകങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പ്രാർത്ഥിച്ചിരുന്നത്. എല്ലാവർക്കും അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ വേലിക്കെട്ടുകളില്ല. എല്ലാത്തിനും അതീതമായി എല്ലാവർക്കും സുഖം ഭവിക്കട്ടെ, അതിനുവേണ്ട സംസ്കാരമാണ്, നിർദ്ദേശങ്ങളാണ് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നത്. അതിനു വേണ്ടിയിട്ടാണ്, അത്തരം പ്രാർത്ഥനകൾക്ക് കൂടിയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ക്ഷേത്രത്തിൽ വന്നാൽ കേവലം അവിടുത്തെ ആചാരങ്ങൾ പാലിക്കുക എന്നുള്ളത് മനസ്സോടുകൂടി വേണ്ടവണ്ണം പരിപാലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഫലം ഉണ്ടാവുക. കണ്ണാടി നോക്കി കോക്രി കാണിച്ചാൽ കണ്ണാടി എന്ത് ചെയ്യും? കണ്ണാടിയും കോക്രി കാണിക്കും അല്ലേ. കണ്ണാടി ഇങ്ങോട്ട് ചിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ചിരിക്കണം അല്ലേ. എങ്ങനെയാണോ അങ്ങോട്ട് അല്ലെ, ബൂമറാങ് പോലെ അങ്ങോട്ട് പോകുന്നത് പോലെ തിരിച്ചു വരും, അങ്ങോട്ട് പോകുന്നത് പോലെ തിരിച്ചു വരും. ഭഗവാൻ ആരോടും പ്രത്യേകിച്ച് പ്രതിപത്തിയും വിപ്രതിപത്തിയും ഇല്ല. പാലം കടക്കോളം നാരായണ, പാലം കടന്നാളോ കൂരായണ എന്ന് പറയും. അതുകൊണ്ട് ഒരു കാര്യമില്ലാന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഈശ്വരനെ നിങ്ങൾ അനുഗ്രഹിക്കില്ല. അവനവന്റെ കർമ്മത്തെ ശുദ്ധമാക്കി ചെയ്യൂ. അതിനുള്ള മൈൻഡ് നമുക്കുണ്ടാവണം. പ്രവൃത്തി നല്ലതാക്കുക. ആ പ്രവൃത്തി നല്ലതാക്കിയാൽ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ കൂടെ കാണും. ഒരു സംശയമില്ല. ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഭഗവാൻ തരും. പക്ഷെ നമ്മുടെ കർമ്മം ശരിയാക്കാൻ നമ്മൾ തയ്യാറാവണം. അവനവന്റെ പ്രവൃത്തി. അതുകൊണ്ട് പലപ്പോഴും പലയിടത്തും ബോർഡ് വെക്കാറുണ്ട്, ചോറ്റാനിക്കര ഭഗവതി ഈ വീടിന്റെ ഐശ്വര്യം, ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം അല്ലെ, ചക്കുളത്തമ്മ ഈ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ പലരും അല്ലെ പ്രിന്റ് ചെയ്തുകൊണ്ട് വീടിന്റെ മുമ്പിൽ കെട്ടി തൂക്കാറുണ്ട്. ശരിക്കും വേണ്ടത് എന്റെ കർമ്മം എന്റെ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കുക. എന്റെ പ്രവൃത്തി ഈ എന്റെ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കാൻ ധൈര്യമുള്ള എത്ര ആളുകൾ ഉണ്ടാവും? എത്ര പേരുണ്ടാവും? കാരണം ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ ഒരാൾ വന്ന് നോക്കുമ്പോൾ ഐശ്വര്യം ഇല്ലെങ്കിൽ അത് ആരുടെ മണ്ടയ്ക്ക് വെച്ചു കൊടുക്കാം? ഗുരുവായൂരപ്പന്റെ മണ്ടയ്ക്ക്. എന്റെ പ്രവൃത്തി എന്റെ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഐശ്വര്യം ഇല്ലെങ്കിൽ ആളുകൾ എന്ത് മനസ്സിലാക്കും? എന്റെ പ്രവൃത്തി ശരിയല്ല എന്നുള്ള ബോർഡ് വെക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വെക്കാൻ, ആദ്യം പറഞ്ഞ രീതിയിൽ വെക്കാനുള്ള ധൈര്യം നമുക്കുണ്ടായാൽ നമ്മൾ ക്ലിയർ ആയി എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകള് ചുറ്റമ്പലത്തിനകത്ത് മതിൽക്കകത്ത് മാത്രം പോരാ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ നിത്യ സ്വഭാവമായിട്ട് മാറണം. അത് പെട്ടെന്നൊന്നും ഒരുപക്ഷെ നടക്കില്ല അല്ലേ. കുറേ നാളുകളുടെ ശ്രമഫലം. നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവുകളുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ടാവും, എൻ്റെ ഉള്ളിലുണ്ടാവും. ഞാനൊന്നും പൂർണ്ണമൊന്നും അല്ല, ആരും പൂർണ്ണരല്ല. അതിനെ കുറച്ചുകൊണ്ട് വരാനുള്ള ശ്രമം നടത്തുക എന്നേ പറഞ്ഞുള്ളൂ. എല്ലാം നമ്മൾ മാറ്റിയിട്ട് 100% പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ അളവ് എന്ത് ചെയ്യുക? നെഗറ്റീവിന്റെ അളവ് കുറച്ച് കൊണ്ടുവരുമ്പോൾ, നെഗറ്റീവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? പോസിറ്റീവ് കൂടുമല്ലോ. ബാലൻസിങ് ആണല്ലോ, പോസിറ്റീവ് കൂടും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാ? പൂർണ്ണമായും പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒന്നേ ഉള്ളൂ, എന്താണ്? ഈശ്വരനാണ് 100%. നമ്മൾ പറയത്തില്ലേ 99% ഒക്കെ ചെയ്തു, ബാക്കി 1% ആളുടെ കയ്യില്ല, മുകളിലൊരാളുണ്ടെന്ന് പറയും അല്ലേ. ആധുനിക ശാസ്ത്രം പഠിച്ച ഡോക്ടർ പറയും, സർജറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടറെ? ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, പിന്നെ മേളിലൊരാളുണ്ടല്ലോ, അദ്ദേഹമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം കഴിയുക. അപ്പോ ആധുനിക ശാസ്ത്രം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലദാതാവെന്ന് പറയുന്നത് അവരല്ല. ആരാണ്? മുകളിലിരിക്കുന്ന ആളാണ്, ഭഗവാനാണ് അല്ലേ. എത്രയോ വളരെ ക്രിട്ടിക്കൽ, മരിച്ചു പോകുമെന്ന് കരുതിയിട്ടുള്ള ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ജീവിച്ചു വരുന്നുണ്ട് ഇല്ലേ.
അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്കപ്പോൾ കിട്ടും. ആ ശക്തിയാണ് ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ഈശ്വരൻ. ആ ശക്തിയാണ് ആവാഹിച്ച് കുടിയിരുത്തി വെച്ചിട്ടുള്ളത്. അതിനെ വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് അവിടെ നടക്കുന്ന ആചാരാദി കർമ്മങ്ങളെല്ലാം തന്നെ. ഇതിനെ ഓരോന്നും നമുക്ക് വിസ്തരിച്ച് പറയാനുള്ള കാര്യങ്ങളുണ്ട്. ക്ഷേത്രം എന്ന് പറയുന്ന അതിബൃഹത്തായ ഒരു സങ്കല്പം, അതിബൃഹത്ത ബലിക്കല്ലുകൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടല്ലേ. ഇതിനൊക്കെ വെറുതെ കുറെ കല്ലുകൾ വാരി അതിനകത്ത് കുറെ ചോറ് വാരി ഇടുന്ന പരിപാടിയൊന്നുമല്ല. അത് ആന്തരികമായി ഉത്തമമായ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറു പതിപ്പാണ് ക്ഷേത്രം. ബ്രഹ്മാണ്ടത്തിന്റെ ചെറുപതിപ്പാണ് പിണ്ടാണ്ടം എന്ന് പറയാറുണ്ട്. ക്ഷേത്രത്തെ ഒരു ആറ്റത്തിന്റെ ഘടനയോട് താരതമ്യം ചെയ്യാം. ഒരു ആറ്റത്തിന് അതിന്റെ കേന്ദ്രത്തിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. അതിന് ചുറ്റുമായി 7 പ്രധാനപ്പെട്ട വളയങ്ങൾ ഉണ്ടാവും. ഇല്ലേ? കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇല്ലേ? സയൻസ് പഠിക്കുന്നവർക്കറിയാം. KLMNOPQ 7 സെല്ലുകൾ ഉണ്ടാവും. ഇതുപോലെയാണ് ക്ഷേത്രത്തിന്റെ ഘടന. ക്ഷേത്രത്തിന്റെ ന്യൂക്ലിയസിന് സമാനമായിട്ടാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. അതിന് ചുറ്റും K ഷെല്ലില് 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 2 ഇലക്ട്രോണാണ് ക്ഷേത്രത്തിന് മുമ്പിലുള്ള 2 ദ്വാരപാലകര്. അല്ലേ? ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിന് L എന്ന് പറയുന്ന അടുത്തൊരു ഷെല്ലുണ്ട്. അതില് 18 ഇലക്ട്രോണുകളുണ്ട്. 18 ഇലക്ട്രോണുകളുണ്ട്. ഈ 18 ഇലക്ട്രോൺ എന്താണ്? ഇതൊന്നും പൂർവീകർ അറിഞ്ഞിട്ടോ അറിയാതെയോ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയില്ല. എങ്കിലും അറിഞ്ഞു എന്നുള്ളതിന്റെ തെളിവുണ്ട്. 18 തൂണുകളിലാണ് ഈ ചുറ്റമ്പലം നിൽക്കുന്നത്. 18 തൂണുകളിലാണ് ചുറ്റമ്പലം നിൽക്കുന്നത്. പക്ഷേ തൂണെല്ലാം നമുക്ക് എണ്ണി കാണാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് പല നിർമ്മാണങ്ങളും വന്നിട്ട് മുളയറ ഉണ്ടാവും, തടപ്പള്ളി ഉണ്ടാവും, ചുറ്റമ്പലത്തിന്റെ മുൻഭാഗത്ത് എന്തെങ്കിലും മറ്റു നിർമ്മിതികൾ ഉണ്ടാവും, ഇതൊക്കെ സ്റ്റോർ ഉണ്ടാവും. ഇതൊക്കെ വന്നിട്ട് ആ തൂണുകൾ മറിഞ്ഞു പോകും. ആ 18 എന്ന് പറയുന്ന സംഖ്യ ആറ്റത്തിന്റെ ഷെല്ലുമായി ബന്ധപ്പെട്ടതാണ്. N എന്ന് പറയുന്ന ഷെല്ലുണ്ട്. ആ ഷെല്ലിന്റെ സംഖ്യ 32 അതിലെ ആറ്റങ്ങളുടെ സംഖ്യ, ഇലക്ട്രോണുകളുടെ സംഖ്യ 32. ഇവിടെ വിളക്കുമാടം വെക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റമ്പലത്തിന് ഈ പുറത്താണ് വിളക്കുമാടത്തിന്റെ സ്ഥാനം. വിളക്കുമാടം വെക്കുകയാണെങ്കിൽ അത് വിളക്ക് സ്ഥാപിക്കേണ്ടതിന്റെ എണ്ണം 32ന്റെ ഗുണിതങ്ങളാണ്. 32 വെക്കാം, 64 വെക്കാം, 128 വെക്കാം. ഇങ്ങനെ 32ന്റെ ഗുണിതങ്ങളാണ് സ്ഥാപിക്കേണ്ടത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഷെല്ലുകളിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുകയും ക്രമരഹിതമായ ഒരു ചലനം ഉണ്ടാവുകയും അവിടെ ഒരു ചെറിയ ജ്യോതി ഉണ്ടാകുന്നതും ഈ ആറ്റവുമായി ബന്ധപ്പെട്ട് ആധുനിക ശാസ്ത്രം പറയുന്നു. അതേ സ്ഥാനത്താണ് ക്ഷേത്രത്തിന്റെ വിളക്കുമാടത്തിൽ വിളക്കുകള് പൗരാണിക ഭാരതത്തിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുള്ളത്. വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അല്ലാതെ ഇതൊന്നും ഒരു പരമാണുവിന്റെ ഘടനയിലാണ്. ആറ്റം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പരമാണു അല്ലെ? അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം ഇതി പ്രോക്തം. ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ പോഷനെയാണ് അണു എന്ന് പറയുന്നത്, പരമാണു എന്ന് പറയുന്നത്. ഇത് ഈ ആധുനിക ശാസ്ത്രം അണു സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്ത് എഴുതിയ ഗ്രന്ഥമാണ്. കണാദൻ എന്ന് പറയുന്ന മുനിയുണ്ട്, കണാദ മുനി. കണങ്ങളെ കുറിച്ച് പഠിച്ച ആളാണ്. പ്രപഞ്ച വസ്തുക്കളുടെ കണങ്ങളെ കുറിച്ച് പഠിച്ച ആളെയാണ് കണാദൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയ്ക്ക് ശാസ്ത്രബോധം ഉണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു പൗരാണിക ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. ആധുനിക ശാസ്ത്രം അതാണ് കുറച്ചുകൂടി നല്ല ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ പ്രതീകാത്മകമാണ് കേട്ടോ. അതൊന്നും കേവലം ഒരു കാളയല്ല അല്ലെ? കാള എന്ന് വെച്ചാൽ ആരാണ് കാള? പശുവിന്റെ ഹസ്ബൻഡ്. ആരാണ് കാള എന്ന് വെച്ചാൽ പശുവിന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്ന മറുപടി അതല്ല. ആ കാളയ്ക്കൊരു ആത്മീയമായ തലമുണ്ട്, എലിക്കൊരു ആത്മീയമായ തലമുണ്ട്. നമ്മൾ ഈ പറയുന്ന കരണ്ട് തിന്നുന്ന അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുമ്പോൾ രാത്രിയിൽ വന്ന് നമ്മൾ അറിയാതെ ഇതൊക്കെ കരണ്ട് തിന്ന് നമ്മുടെ വില്ല് വെച്ച് കൊല്ലുന്ന എലി അല്ല ഭഗവാന്റെ വാഹനമായിട്ടുള്ള എലി എന്ന് പറയുന്നത് അല്ലെ. അയ്യപ്പന്റെ വാഹനം എന്താണ്? അയ്യപ്പന്റെ വാഹനം എന്താണ്? എന്താണ് പറയും? അത് കുതിര എന്ന് പറയാൻ കുഴപ്പമില്ല. അത് അല്ലെ വാജി, വാജി എന്ന് പറയും അല്ലെ, അശ്വം എന്ന് പറയും അല്ലെ. അതിപ്പോ കുതിര എന്ന് പറഞ്ഞാൽ അതിന് തെറ്റൊന്നുമില്ല, കുതിരയാണ് വാഹനം അല്ലെ. പുലി എന്ന് പറയാതിരുന്നാൽ മതി. പലരും പുലിയാണ് എന്ന് ധരിച്ചിട്ടുണ്ട്. കാരണം പുലി വാഹനന് അയ്യപ്പ പേരുണ്ട് അല്ലെ, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് പുലിയുമായി ബന്ധപ്പെട്ട കഥ പറയുന്നത്. അശ്വമാണ് അല്ലെങ്കിൽ വാജി, കളഭകേസരി വാജി വാഹനം എന്ന് നിങ്ങൾ ഹരിവരാസനം കേട്ടിട്ടുണ്ടാവും അല്ലേ. ഹരിവരാസനം എന്ന് പറഞ്ഞാൽ എന്താ? അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു കീർത്തനം മാത്രമാണ്, അല്ലാതെ അതിന് വേറെ ഒരു പ്രാധാന്യമൊന്നും ഇല്ല അല്ലേ. ഇത് അവിടെ ഇത് നട അടയ്ക്കുമ്പോഴാണ് ഇടുന്നത്. നട അടയ്ക്കുമ്പോഴാണ്, ശബരിമലയിൽ നട അടയ്ക്കുമ്പോഴാണ് ഹരിവരാസനേക്കാണ് നട അടയ്ക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് പകൽ ഇട്ടു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല.
കേട്ടു എന്ന് വിചാരിച്ച കുഴപ്പമൊന്നുമില്ല അല്ലേ. എവിടെയോ നടന്ന സംഭവമാണ്. കമ്മിറ്റിക്കാര് മൈക്ക് സെറ്റുകാരനെ കുനിച്ചു നിർത്തി ഇടിച്ചു. എന്താ കാര്യം? അയാള് പാട്ടിട്ട് ചായ കുടിക്കാൻ പോയി. അടുത്ത പാട്ട് ഹരിവരാസനമായിരുന്നു. പകലാന്നോടെ ഹരിവരാസനം എന്ന് പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു? കുനിച്ചു നിർത്തി ഇടിച്ചു. അപ്പോൾ അത് പകല് കേട്ടു എന്ന് വിചാരിച്ചപ്പോൾ അത് ശബരിമലയിൽ അത് നട അടയ്ക്കുമ്പം പാടുന്ന മന്ത്രമൊന്നും അല്ല അത് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം ഹരിവരാസനം ഇട്ടിട്ട് നട അടയ്ക്കും. അത് അവിടുത്തെ ഒരു സിസ്റ്റമാണ്. അത് അങ്ങനെ കണ്ടാൽ മതി എന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇട്ടു എന്ന് വിചാരിച്ച് വിഷമം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞില്ല. തത്വമസി മഹാവാക്യം അല്ലേ? തത്വമസി ബോർഡ് കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് അയ്യപ്പനും തത്വമസിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. അയ്യപ്പനും തത്വമസിയായിട്ട് ഒരു ബന്ധവുമില്ല. എന്നാൽ ബന്ധമുണ്ടോ? എന്നാൽ എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. ഈ ശിവക്ഷേത്രത്തിന്റെ നടയിൽ മുമ്പിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം തത്വമസി. എഴുതി വെക്കേണ്ടതാണ്. തത്വമസി എന്ന് പറയുന്നത് എഴുതി വെക്കാം എല്ലാ ദേവന്മാരുടെ മുമ്പിൽ. തത്വമസി, അത് നീയാകുന്നു, അത്രേ ഉള്ളതിന്. അത് അയ്യപ്പനുമായിട്ട് ബന്ധമില്ല. ശിവന്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ ശിവൻ നമ്മളോട് പറയണം, നീ എന്താണോ അന്വേഷിച്ച് വന്നത് അത് നിന്റെ ഉള്ളിലുണ്ട്, നീ തന്നെയാണ് ഞാൻ അല്ലെ. അഹം ബ്രഹ്മാസ്മി തത്വമസി അല്ലെ. നമ്മൾ രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ എന്താ കുഴപ്പം? നമ്മുടെ ഉള്ളിലുള്ളതിന് പവർ കുറഞ്ഞിരിക്കുക, കൂട്ടുന്നില്ല. നമ്മൾ കൂട്ടാനാണ് ഇങ്ങോട്ട് വന്നത്. പവർ കൂടിയതിലേക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യുക അല്ലെ? ചാർജ് കൂടിയതിൽ നിന്നും ചാർജ് എന്ത് ചെയ്യും? കുറഞ്ഞത് എന്ത് ചെയ്യും? ചാർജ് റിസീവ് ചെയ്യും അല്ലേ. വഴിയിലൊക്കെ ട്രാൻസ്ഫോർമർ വെച്ചേക്കുന്ന എന്ത് ചെയ്യാം അല്ലേ? ആ ഇടുക്കിയിൽ നിന്ന് ഡയറക്റ്റിങ് വന്നാൽ പോരെ. അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു വരുമ്പോഴേ അതിന് ക്ലിയർ ആവുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും തത്വമസി മഹാവാക്യം എല്ലായിടത്തും വെക്കാവുന്ന ബോർഡാണ്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ശിവന്റെ അമ്പലത്തിൽ വെക്കാം, ഒരു വിഷമവും ഇല്ല അല്ലേ. ഇപ്പൊ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം, സമയം കുറവാണ്, അത് ഇവിടെ ശിവക്ഷേത്രമായതുകൊണ്ട് വിവാദമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് അതുകൂടി പറഞ്ഞ് നമുക്ക് 10 മിനിറ്റ് കൂടെ ഉണ്ട്, അവസാനിപ്പിക്കാം. എങ്ങനെയാണ് നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നത്? സാധാരണ ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം അല്ലെ, വലത്ത് വയ്ക്കാന്ന് പറയും. പ്രദക്ഷിണത്തിന് മറ്റൊരു പേരാണ്. ഇതിന് ഓരോന്നിനും അർത്ഥമുണ്ട്. പ്രച്ചിന്നിത് ഭയം സർവേ, ദകാരം മോക്ഷദായകം, ശികാരം ചെയ്യതോ രോഗേ, നകാരം ശ്രീപ്രദായകം. അതാണ് പ്രദക്ഷിണം. ഭയമില്ലാതാക്കുക, മോക്ഷത്തെ പ്രദാനം ചെയ്യുക, രോഗത്തെ ഇല്ലാതാക്കുക, ഐശ്വര്യം പ്രദാനം ചെയ്യുക. 4 കാര്യങ്ങളാണ് പ്രദക്ഷിണം ചെയ്യുമ്പോൾ കിട്ടുന്നത്. വളരെ സാവകാശം പ്രദക്ഷിണം ചെയ്യണമെന്ന, ഓട്ടപ്രദക്ഷിണമല്ല, സ്പീഡിൽ ഇങ്ങനെ പ്രദക്ഷിണം വെക്കലല്ല. വളരെ സാവകാശം, ശ്രദ്ധയോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് കൈകൾ തൊഴുതി പിടിച്ചുകൊണ്ട് ഓരോ ചുവടും സാവകാശം വെച്ച് പ്രദക്ഷിണം ചെയ്യുമ്പോഴേ അതിന് ഫലം ഉണ്ടാവും. അല്ലാതെ മുമ്പിൽ വന്ന് തൊഴുതു, അങ്ങോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് കാര്യം പറഞ്ഞു, അവിടെ നിന്ന് തൊഴുതു, പറകിൽ നിന്ന് തൊഴുതു, ഒരു കാര്യം ഇടയ്ക്കെല്ലാം നമ്മൾ 100 കൂട്ടം കാര്യം പറയും. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു തെറ്റായ നിയമം, ഏത് ക്ഷേത്രത്തിലും ദേവന്റെ വലതു ഭാഗത്തേക്ക് ആദ്യം പോകാന്നുള്ളതാണ്. ദേവന്റെ വലതു ഭാഗം ദർശനം അനുസരിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ആണെങ്കിൽ കയറി കഴിഞ്ഞ് ഇടത്തോട്ട് പോകണം. ഭഗവാൻ വലത്ത് വയ്ക്കാന്നല്ലേ പറയുന്നത്. ആർക്കാണ് വലത്ത് വെക്കേണ്ടത്? ഭഗവാന്റെ വലത്തു ഭാഗത്തേക്ക് ആദ്യം പോവുക അല്ലേ. ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും ബലിക്കൽ പ്രതിഷ്ഠയുണ്ടെങ്കിൽ ബലിക്കലിന് പുറത്തുകൂടിയാണ് പ്രദക്ഷിണം. അത് അകത്തായാലും പുറത്തായാലും ബലിക്കലിന് പുറത്തുകൂടിയാണ്. ശിവക്ഷേത്രത്തിൽ ചിലയിടത്ത് പ്രദക്ഷിണമായിട്ട് പോയി വടക്ക് ഭാഗത്ത് എന്ന് പിന്നെ ബലിക്കലിന് അകത്തുകൂടി പ്രവേശിച്ച് അപ്രദക്ഷിണം ചെയ്യുന്നത് കാണാറുണ്ട്. ഇവിടെ അങ്ങനെയാണോ ഇവിടെ ചെയ്തു വരുന്നത്? അല്ലല്ലോ. നന്നായി. അങ്ങനെ ചെയ്യേണ്ടതല്ല എന്ന് പറയാനാണ് വന്നത്. പലയിടത്തും തിരിച്ച് പ്രദക്ഷിണം ചെയ്യിക്കുമ്പോൾ അപ്രദക്ഷിണമാണല്ലോ. ഓവുകലിന്റെ അവിടെ വന്ന് താഴിക നോക്കി തൊഴുത് അപ്രദക്ഷിണം വെക്കുമ്പോൾ അകത്തുകൂടി പോയിട്ട് ബലിക്കലിനും ശ്രീകോലിന്റെ ഇടയ്ക്കൂടി പോകുന്നൊരു പരിപാടി പലയിടത്തും കാണാറുണ്ട്. അത് തെറ്റാണ്. അത് ഈ പറഞ്ഞ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് മാധവജി അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളതായിട്ട് അറിയാം. ഇതുകൊണ്ട് ആ നിയമം അനുസരിച്ച് ബലിക്കലിന് പുറത്തുകൂടിയാണ് അപ്രദക്ഷിണം ചെയ്ത് തിരിച്ച് വീണ്ടും വടക്ക് ഭാഗത്ത് വന്ന് വീണ്ടും പ്രദക്ഷിണമായിട്ട് ദേവന്റെ വലതു ഭാഗത്ത് വരുമ്പോഴാണ് ശിവക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണമാവുക. മണ്ഡപം ഉണ്ടെങ്കിൽ മണ്ഡപത്തിനൂടി പ്രദക്ഷിണം വേണം. ഇവിടെ ഈ മണ്ഡപമുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അതിനും കൂടി പ്രദക്ഷിണം വയ്ക്കണം. അതിനിടയ്ക്കൂടെ ക്രോസ് ചെയ്യാൻ പാടില്ല. കാരണം ബലിക്കല്, അവിടെ ഒരു ബലിക്കൽ ഉണ്ടാവും. ആ ബലിക്കലിനും ശ്രീകോവിലിനും ഇടയ്ക്ക് കൂടി ഒന്നും പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതുകൊണ്ട് ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടിയാണോ വേണ്ടത് എന്നുകൂടി പറയാം. തീർത്ഥം സേവിക്കേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല. പലയിടത്തും ഇപ്പം ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് തീർത്ഥം ഇങ്ങനെ തന്നെ. ഈ ഇതിനൊക്കെ വിസ്തരിക്കാൻ കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. നമുക്ക് 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം വേണ്ടതായതുകൊണ്ട് ഇതും കൂടി പറയണം. തീർത്ഥം ഈ 2 ഉയർച്ചകൾക്കിടയ്ക്ക് കൂടി ഇങ്ങനെയാണ് തീർത്ഥം സേവിക്കേണ്ടത്, ഇങ്ങനെയല്ല. കയ്യിൽ പിടിച്ച ഉടനെ ഇപ്പം ആളുകൾ ഇങ്ങനെയാക്കും. അങ്ങനെയല്ല വേണ്ടത്. തന്ത്രശാസ്ത്രം അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അത് നമുക്ക് വിസ്തരിക്കുന്നത് മറ്റേതെങ്കിലും ഒരു സന്ദർഭം കിട്ടുകയാണെങ്കിൽ. ഇത് കൊടിമരവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ചകൾ മുഴുവൻ നടന്നത്. ക്ഷേത്രം എന്ന് പറയുന്നൊരു വലിയ വിഷയമാണ്.
ആ വലിയ വിഷയം ഓരോ വിഷയങ്ങളും നമുക്ക് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് മാത്രം ഭക്തി കൊണ്ട് മനസ്സിനെ നിർമ്മലമാക്കൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആ നിർമ്മലമായ മനസ്സിൽ ഈശ്വരൻ പ്രകാശിക്കും, ഒരു സംശയമില്ല. അത്തരം പ്രകാശം, ഈശ്വരീയമായ പ്രകാശം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷിവര്യന്മാരുടെ ആ പ്രാർത്ഥന, ഓം ശതം ജീവശരതോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമു വസന്താൻ ശതമിന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി സദാ ഐഷാഹ വിഷയമം പുനർദു ആഹാരിഷന്ദ്വാ അവിദന്ദ്വാ പുനരാഗാ പുനർനവ സർവാംഗസർവം തേ ചക്ഷുസർവമായിശ്ചതേ അവിധം. ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ആയുസ്സും ആരോഗ്യവും അഭിവൃദ്ധിയും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.